പൊന്നുമക്കളെ, ഇറാൻ പണി തുടങ്ങി. ഇറാൻ 8ന്റെ പണിയാ തുടങ്ങി. കാരണം എന്താ പറയുക, അമേരിക്കൻ മിസൈലുകൾ ആണവ കേന്ദ്രത്തിൽ വന്ന മുതൽക്ക് ഇന്ന് കുറച്ച് അരമണിക്കൂർ മുമ്പേ ആയിട്ട് ഇറാൻ പണി തുടങ്ങി. ഇസ്രായേൽ നഗരങ്ങൾ 40ഓളം മിസൈലുകളാണ് ഇപ്പം ഇസ്രായേലിലേക്ക് അയച്ചത്. കാരണം എന്താ പറയുക, അമേരിക്ക ആണവ കേന്ദ്രത്തിലേക്ക് മിസൈൽ അയച്ച സമയത്ത് ഇറാൻ വ്യക്തമായിട്ട് അറിയാം. എന്താ പറയുക, നെഹന്യാഹുവിൻ്റെ ഒരു കപടമായിട്ടുള്ള നാടകമാണ് ഇതെല്ലാം. നമുക്കെല്ലാവർക്കും അറിയുന്ന കേസാണ്. അമേരിക്കയിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ്. ഇനി റഷ്യ ഇറങ്ങും, ചൈന ഇറങ്ങും, ഉത്തര കൊറിയയൊക്കെ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ 100% സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ലോകം എന്താ പറയുക, എല്ലാ വിധത്തിലേക്കും യുദ്ധം വ്യാപിക്കാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. എനിക്കിപ്പോൾ പറയാൻ എന്താ പറയുക, ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ട് കേൾക്കാൻ എന്താ പറയുക, ഇസ്രായേലിലെ എല്ലാ മേഖലയിലേക്കും ഹൈഫ എന്നുള്ള എല്ലാ സ്ഥലത്തേക്കും, കാരണം ഇറാൻ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടേക്കൊക്കെ മിസൈലുകൾ അയക്കുന്നത്. ഹൈഫ തുറമുഖത്തിലേക്ക് ശക്തമായിട്ടുള്ള മിസൈലുകൾ അയച്ചുകൊണ്ട് പ്രതികാരം തീർക്കുന്നത് ഇറാൻ എങ്ങനെ അറിയോ, ഇങ്ങനെ ഇപ്പം പറഞ്ഞത്. ഇപ്പം അമേരിക്കയല്ല ആദ്യം കൊടുക്കേണ്ടത്, ഇസ്രായേലിനാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് 40ഓളം മിസൈലുകളാണ് ഇപ്പം ഇറാനിൽ നിന്ന് പോയിട്ടുള്ളത്. ആ 40 മിസൈലും ഇസ്രായേൽ പോയി പതിയുകയും വമ്പൻ നാശനഷ്ടം. കാരണം അറിയോ, അവിടുത്തെ ജനങ്ങളോട് ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞ കാര്യം എന്താ അറിയോ, പുറത്തേക്ക് ഇറങ്ങരുത്, നിങ്ങൾ ആരും ആവശ്യമില്ലാതെ എല്ലാവരും ബംഗളൂരിൽ താമസിക്കുക. മാളുകൾ, സ്കൂളുകൾ, എല്ലാ സ്ഥാപനങ്ങളും അടിച്ചുപൂട്ടി നിലയിലാണ് ഇപ്പം ഇസ്രായേൽ ഉള്ളത്. ആ കേന്ദ്രത്തിലേക്കാണ് ഇപ്പം ഇറാൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരുന്നത്. അതിശക്തമായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ 40 മിസൈലും അവിടേക്ക് എത്തിപ്പെട്ടു എന്നു. 40 മിസൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ മിസൈലുകളല്ല വന്നത്. ഒരു മിസൈൽ വീട് കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തം നശിച്ചു പോകുന്ന രൂപത്തിലേക്കുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ അയച്ചത്. 40 മിസൈലാണ് അയച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇസ്രായേലിൻ്റെ എല്ലാ നഗരങ്ങളിലേക്കും കുറച്ച് മുമ്പ് ഇന്നലെ മിനിയാന്നൊക്കെ സംഭവിച്ചതെന്നറിയോ, ഇസ്രായേലിൻ്റെ പല എന്താ പറയുക, 1-2 ഏരിയകൾക്ക് മാത്രമാണ് ഇറാൻ്റെ ആക്രമണം നടത്തിയിരുന്നത്. ഇപ്പോൾ അതല്ല സംഭവിച്ചുകൊണ്ട് ഇസ്രായേലിലെ എല്ലാ മേഖലയിലേക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴിക്കോട്, നമ്മളെ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം തൊട്ടും കാസർഗോഡ് വരെ ഉള്ള എല്ലാ സ്ഥലത്തേക്കും എന്താ അറിയോ മിസൈൽ അയച്ചെന്ന് പറഞ്ഞ മാതിരി ഇസ്രായേലിലെ എല്ലാ സ്ഥലത്തേക്കും ഇപ്പം ഇറാൻ്റെ മിസൈലുകൾ ശക്തമായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിർത്തിയിട്ടില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. കാരണം ഏത് വിധത്തിൽ എന്തും സംഭവിക്കാമെന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ യുദ്ധത്തിലേക്ക് ഇപ്പം അമേരിക്കയോട് ഇറങ്ങിയ സ്ഥിതിക്ക് അമേരിക്ക എങ്ങനെ തിരിച്ചു കൊടുക്കും, ഏത് രൂപത്തിലായിരിക്കും തിരിച്ചാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു സംഭവത്തിലാണ്. കാരണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല. കാരണം എന്താ പറയുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആർക്കും ഇഷ്ടക്കേടാണ്. കാരണം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നാടൻ ഭാഷയിലാണ് പറയുന്നത്. പണ്ട് ഇസ്രായേൽ പലസ്തീൻ മക്കളെ കൊന്നു തള്ളിയപ്പോൾ, അല്ലെങ്കിൽ മിസൈൽ ഇട്ട് തകർത്തപ്പോൾ ഒരു വിഷമവും ഇല്ലാത്ത കുറേ ആൾക്കാർ എന്താ പറയുക, കുറേ ചാണകം നിന്നുന്ന ആൾക്കാർ വന്നുങ്ങാൻ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. കാരണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ പറയാൻ എന്താ പറയുക, പണ്ടും ഇത് ഇസ്രായേൽ പാവപ്പെട്ട ആൾക്ക് കൊന്നപ്പോൾ നിങ്ങളെ നാവൊന്ന് പൊന്തിയിട്ടില്ല. നമ്മളെ വ്യക്തമായിട്ട് പറയുന്നു. കാരണം എന്താ അറിയോ, ഇസ്രായേൽ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം എന്താ അറിയോ, യുദ്ധം നാടിനെ ലോകത്തെ മൊത്തം നശിപ്പിക്കുന്ന സാധനം യുദ്ധം എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ, ഇറാനെ പോലത്തെ ഒരു വലിയ രാജ്യം, അമേരിക്കയെ പോലത്തെ വലിയ രാജ്യം, ഇസ്രായേൽ പോലത്തെ വലിയ രാജ്യം, ഈ 3 രാജ്യങ്ങൾ, പിന്നെ റഷ്യ, ചൈന, ഉത്തര കൊറിയ, അവരൊക്കെ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകം നശിക്കാൻ വേണ്ടി വേറെ എവിടേക്കും പോകണ്ട. കാരണം എന്താ, അവരുടെ അടുത്തൊക്കെ ഉള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് എന്താ അറിയോ, ലോകത്തെ മൊത്തം നശിപ്പിക്കാനുള്ള ആയുധങ്ങളുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ദയവേത് യുദ്ധത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് അറിയുന്ന രൂപത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും 40 മിസൈലാണ് ഇപ്പം ഇസ്രായേൽ നഗരത്തിലേക്ക് വീണത്. കത്തി നശിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പുറത്തേക്ക് വന്നുകൊണ്ടു. താങ്ക് യു വെരി മച്ച്.